Let's more attention to the word of God. And the Lord's Supper is in front of us. And today's evening we have to go through it quickly. Praise God. And there's a Lord's Supper and we have to have some announcements. എല്ലാം ചന്തവും ഉചിതമായി നടക്കേണ്ടത് ആവശ്യമാകിയാൽ വളരെ വേഗത്തിൽ കമ്പിവാചകങ്ങൾ പോലെ കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. So I want to say a few things very quickly as bullet points and then move into the ministry. നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്നതും കർത്താവിന്റെ മേശ നടക്കുന്ന ശുശ്രൂഷ നടക്കുന്ന സന്ദർഭത്തിൽ സാധാരണ വായിക്കുന്നതുമായ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. And I want to move your attention to a verse that we often read during the Lord's Supper. 1 Corinthians 11 അധ്യായത്തിൽ 26ാമത്തെ വാക്യം അതിന് ആധാരമായിട്ട് നമുക്ക് വായിക്കാം. And let's read 1 Corinthians chapter 11 verse 26 onwards. ദൈവവചനം വളരെ ശ്രദ്ധയോടെ കേൾക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. 1 Corinthians chapter 11 verse 26. And I request you all to listen to the message very carefully. Let's move our attention to 1 Corinthians chapter 11 verse 26. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവിന്റെ വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അങ്ങനെ നിങ്ങൾ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. And for as often as you eat this bread and drink this cup, you proclaim the Lord's death until he comes. കൊരിന്തിയ സഭയിൽ കർത്താവിന്റെ മേശ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഒരു പ്രത്യേകമായ സംസാരമുണ്ടായപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായ ചില മാർഗനിർദ്ദേശങ്ങൾ അതിനെക്കുറിച്ച് കൊടുക്കുവാനിടയായി. And when there was a discussion about the Lord's Supper in the church of Corinthians, Apostle Paul gave some guidelines to the institution. അതിനെക്കുറിച്ച് താൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. And what he said about it was, what I received from the Lord and also what I deliver unto you is, യേശു കർത്താവിനാൽ സ്ഥാപിതമായി തീർന്ന ഈ ശുശ്രൂഷയെ ഒരിക്കൽ കൂടെ ദൈവത്തിങ്കൽ നിന്നും ആലോചനയായി പ്രാപിച്ച് താൻ ദൈവസഭയ്ക്ക് കൊടുക്കുവാൻ ഇടയായി തീർന്നു. And what Jesus Christ had institutionalized here, Apostle Paul received from the Lord once again, and he gave it as guidelines to the church in Corinthians. അതിൽ പരിശുദ്ധാത്മാവ് പൗലോസിനോട് ഇപ്രകാരമാണ് സംസാരിച്ചത്. And the Holy Spirit spoke to Paul saying, കർത്താവ് വരുവോളോ, and until the Lord comes. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി കർത്തൃമേശ അല്ലെങ്കിൽ ലോർഡ്സ് ടേബിൾ പങ്കിടുമ്പോൾ ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു: ഞാൻ വരുവോളോ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. And in the Gospels we can see when Jesus Christ was having his last supper with his disciples, he said, until I return. കർത്താവ് വരുവോളോ അവന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാനായി അവൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാകുന്നു കർത്താവിന്റെ മേശ. And it is something that has to be done until the coming of the Lord. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ മേശ ഒരു ദൈവത്തിന്റെ പൈതലിന് വളരെയധികം പ്രത്യാശ നൽകുന്നു. And so the Lord's Supper or the Lord's table gives it's a light of hope for the children of God. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ പൈതലേ, കർത്താവിന്റെ മേശ നിങ്ങൾക്കൊരു പ്രത്യാശ നൽകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിപ്പാൻ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. If the Lord's Supper or the Lord's table does not give you hope or does not increase your hope, then you need to re-examine your life. കാരണം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ ചിന്ത അല്ലെങ്കിൽ വാഗ്ദത്തം പ്രാപിച്ചിരിക്കുന്നത് നിത്യതയാണ്. And because according to towards a child of God, the biggest promise he has or the biggest achievement that he looks into is to gain the eternity. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കാം, സ്നാനപ്പെട്ടിരിക്കാം, അവൻ ചർച്ചിൽ പോകുന്നുണ്ടായിരിക്കാം, എന്നാൽ ഇറ്റേണിറ്റിയെ കുറിച്ച്, നിത്യതയെ കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ തിരുത്തേണ്ടതിനെ തിരുത്തുവാൻ ഞാൻ വിളിച്ചു പറയുകയാണ്. And you might be baptized, you might be born again, you might be going to church, but if you're not looking into eternity, you need to reconsider that. Praise God. എന്തുകൊണ്ടാണത്? And why is that? കാരണം നിത്യതയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരുവന് തന്റെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിപ്പാൻ കഴിയും. Because only a person who looks into eternity is the person who can keep his life clean. വിശുദ്ധിയിൽ തന്നെ സൂക്ഷിക്കാത്ത ഒരുവന് നിത്യതയിൽ പങ്ക് ലഭിക്കുകയില്ല. And a person who cannot keep himself holy cannot be a part of eternity. ഈ വർഷം ആദ്യത്തിൽ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നൽകി തന്ന ദൂതതാണ് വിശുദ്ധിയോടെ മുൻപോട്ട്. The Holy Spirit gave us this core word in the beginning of the year saying to move forward with holiness. വെളിപ്പാട് പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ആമേൻ യോഹന്നാൻ അപ്പോസ്തലന് ദൈവം കൊടുത്ത വെളിപ്പാടിൽ താൻ ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കുകയാണ്:
വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. And when the Apostle John was ending his the revelation about Jesus Christ, he wrote, "Whoever is holy, let him keep himself holy. അഴുക്കുള്ളവൻ ഇനിയും അധികം അഴുക്കാകട്ടെ. And whoever does evil, let him do നീതി evil. ചെയ്യുന്നവൻ അധികം നീതി ചെയ്യട്ടെ. And he who is righteous, keep himself righteous." എന്നാൽ വിശുദ്ധന്മാർ എന്ന് പറയുന്നവരോട് ദൈവസഭയോട് പറയുവാനുണ്ട്, വിശുദ്ധരെ നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കണം. But towards the church, the people that are holy, the word of God says to keep themselves holy. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിശുദ്ധിയിൽ നീ വളർന്നു വരുവാനിടയാകണം. And what that means is you have to increase or you have to grow in holiness. പഴയ നിയമം ഈ ഭാഗത്ത് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ പെട്ടകമുണ്ടാക്കുവാനായിട്ട് ദൈവം നോഹയോട് ആവശ്യപ്പെടുന്നത് കാണുവാൻ കഴിയും. And when we come to the Old Testament, in the book of Genesis, we can see God is asking Noah to build the ark. ആ പെട്ടകമുണ്ടാക്കുവാനായി ദൈവം നോഹയോട് സംസാരിക്കുമ്പോൾ, And when God is talking to Noah to build that ark, അകത്തും പുറത്തും ചെയ്യണമെന്ന് ദൈവം ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. and there's something God required Noah to do inside and outside the ark. പറയാമോ എന്താണെന്ന്? Can you say what it is? കീൽ തേക്കണം. Is to apply pitch. എന്താണ് ഈ അകത്തും പുറത്തും കീൽ തേക്കുവാൻ And why ആവശ്യപ്പെട്ടിരിക്കുന്നത്? did God ask Noah to apply pitch in and outside the ark? Praise God. ഈ നോഹയുടെ പെട്ടകം ജലപ്രളയത്തിൽ ഒഴുകി നടക്കുമ്പോൾ, And when this Noah's ark is on the waters during the flood, ജീവജാലങ്ങളെല്ലാം ചത്തു പൊങ്ങി ഇങ്ങനെ കിടക്കുമ്പോൾ, and when all these the living organisms are dead and are floating on the water, ഒരു ടോട്ടൽ തികച്ചും പൂർണ്ണമായിട്ടും അഴുക്ക് നിറഞ്ഞതായ ഒന്നിലൂടെ ഒരു അവസ്ഥയിലൂടെ ഈ യാനം മുൻപോട്ട് കടന്നു പോവുകയാണ്. because this ark has to go through a situation where everything is decaying. അതുകൊണ്ട് ദൈവം നോഹയോട് പറഞ്ഞു, നോഹയെ, നിന്റെ പെട്ടകത്തിന്റെ യാത്ര സുഗമമായിരിക്കേണ്ടതിന് അതിന്റെ പുറത്ത് കീൽ വെച്ചിരിക്കണം. And God said to Noah, Noah, you want your journey to be a very peaceful and quietful journey, then you have to apply pitch inside and outside your ark. എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന അഴുക്കുകളൊന്നും നിന്റെ പെട്ടകത്തെ പിടിച്ച് അത് മുൻപോട്ടുള്ള യാത്ര തടസ്സമായി തീരാതിരിക്കേണ്ടതിന് അത് കീൽ വെക്കേണ്ടത് ആവശ്യമാണ്. God said because of the when you move in your journey, so that you have to apply pitch so that these things does not hang on to your ark. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഈ ലോകമാകുന്ന സാഗരത്തിലൂടെ എന്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതം എന്ന പടകിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, And yet, children of God, when our life, our spiritual life, our Christian life is as a boat, as compared to a boat, and we are going through this world as an ocean. പലതരത്തിലുള്ളതായിരിക്കുന്ന അഴുക്കുകൾ നിറഞ്ഞതായ ഈ സാഗരത്തിൽ ഇത് യാത്ര ചെയ്യുമ്പോൾ, And when we are in this ocean which has a lot of dirty things in it, ഈ യാത്രയെ തടസ്സപ്പെടുത്തുന്ന അഴുക്കുകൾ നിന്റെ ജീവിതത്തെ പറ്റിപ്പിടിക്കാതിരിക്കേണ്ടതിന് കീഴ്വയ്ക്കപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി വരട്ടെ. we have to have an experience of applying that pitch inside and outside your ark, so that these things do not cling onto your boat. നിന്റെ വിശുദ്ധിയുടെ അനുഭവം നിലനിർത്തേണ്ടതിന് കീഴ്വയ്ക്കപ്പെട്ടതവ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുന്ന ഒരു ജീവിതമായി വരട്ടെ. And you should have a life which has the pitch inside and outside your ark, or you should have that spiritual atmosphere inside and outside your ark. അത് നിന്റെ അകത്തും പുറത്തും ഈ പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു ജീവിതമായി വെളിപ്പെടുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കാം, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന വചനം പോലെ ആത്മാവിന്റെ നിറവിൽ ഒരു ജീവിതം നയിക്കാൻ കഴിയും. And just as the word of God says that he who is holy, let him keep himself holy. So you have to apply that spiritual life, the power of a spiritual life in your boat, so that these dirty things do not cling onto your boat. കർത്താവിന്റെ വരവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഈ കർത്തൃമേശയിൽ ഭാഗമാക്കുകയും അവനെ വരവിങ്കൽ എടുക്കപ്പെടുകയും ചെയ്യാതെ പോയാൽ അതിനേക്കാൾ അരിഷ്ടത എന്താ ഉള്ളത്? And there is nothing more bad than being not part of the Lord's table and not being taken away in the rapture. Praise God. മറ്റെല്ലാത്തിൽ നിന്നും സെപ്പറേഷൻ ബാധിച്ചു എന്ന് പറയുന്നത് കൊണ്ട് എന്താ അർത്ഥമുണ്ടാകുന്നത്? And what is the point of saying that I've separated myself from everything else? Praise God. അതുകൊണ്ട് ഇത് പകൽക്കാലം ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വിശുദ്ധീകരണത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. And so what I'm going to tell you is we have to submit ourselves to examination. Praise the Lord. Hallelujah. ഇന്ന് ദൈവസഭകളിൽ വിശുദ്ധിയെക്കുറിച്ച് പറയുവാൻ അനുവാദമില്ലാത്ത ഒരു കാലഘട്ടമായി തീർന്നുകൊണ്ടിരിക്കുന്നു. And this is the time when the churches are not allowed to preach about righteousness. നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന ആ ഒരു തത്വത്തെ സ്വീകരിക്കുന്നതായ വിശ്വാസി സമൂഹത്തിന് നടുവിൽ ഞാനും നിങ്ങളും വേറിട്ട ഒരു ഗ്രൂപ്പായി അഥവാ ഒരു ജനതയായി മാറുവാൻ ദൈവം നമുക്ക് ഇട നൽകട്ടെ. And may God help us to be a separate people. When the world is saying let's go with the flow, we have to stand separate with that. മരുഭൂമിയിൽ കൂടെ നടക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട് ലോകം വിളിച്ചു പറഞ്ഞു, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം
ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. And when the people of Israel were walking through the wilderness, the world looked at them and said, "Oh, look, a separate nation, a nation that is not counted with the Gentiles." Praise God. ഹല്ലേലൂയ. നമ്മെ നോക്കിക്കൊണ്ട് ലോകം പറയട്ടെ, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ, അവനെ ഹല്ലേലൂയ ഒന്നിനും ലഭിക്കുന്നില്ല. And let's look and let the world look into us and say, "Oh, look at this child of God, look at this daughter of God. He is not available for anything long." ഒരുപക്ഷേ ആ തനിച്ചു പാർക്കുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ നിന്നെ വിളിച്ചു വരുത്തുമായിരിക്കാം. Maybe it could be an insult when you're leading a lonely, separate life. ഒരുപക്ഷേ മറ്റുള്ളവരിൽ നിന്നൊക്കെയും അവൻ അകന്നു പോകുന്നതായ ചില സ്ഥിതിവിശേഷങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായി വരാം. And maybe there are times when you might be separated from your peers. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, അവൻ ലോക ജനത, ലോകത്തിലുള്ള മറ്റുള്ളവർ നിന്നെ അകറ്റി നിർത്തിയാലും സാരമില്ല, കർത്താവ് നിന്നെ അകറ്റി നിർത്താതിരിപ്പാൻ നീ നോക്കിയാൽ മതി. And you should have God. It doesn't matter if the world separates you or puts you in as a loner. You only have to look one thing: if God is separating you from അവൻ Himself. നമ്മെ അകറ്റി നിർത്തിയാൽ അതത്ര ഏറ്റവും പെയിൻഫുൾ ആയി തീരുന്നത്. And the most painful thing is if God separates you and Him. Praise God. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം, എന്റെ ജീവിതത്തിൽ കർത്താവിനാൽ ഞാൻ അകറ്റപ്പെടാതെ എന്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ കർത്താവിനോട് അടുത്തു വരുവാനിടയാകും. And so let's ask ourselves, let's tell ourselves that we should not separate ourselves from God, but we have to come closer to God. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറയുവാനിടയായി. And the Gospel of Mark chapter 13 verse 37 says, ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിക്കുവീൻ. and what I say to you, I say to all, watch. Praise God. Hallelujah. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. And what I say to you, I say to you all, watch. യേശു കർത്താവിനോട് ആമേൻ ശിഷ്യന്മാർ പല ചോദ്യങ്ങൾ ചോദിപ്പാനിടയായി And തീർന്നു. the disciples were asking the Jesus Christ a lot of questions. തന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. And questions about His second coming. യേശു കർത്താവ് അതിനെല്ലാം മറുപടി കൊടുക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു. And when Jesus was answering all those questions, He replied. അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുക. And you look into the fig tree and learn a lesson. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾക്കറിയാം. And when His branches flourish, you know the summer's near. അനേക കാര്യങ്ങൾ താൻ പറഞ്ഞു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. And when Jesus said a lot of things, He said, ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവൻ അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ verse 34. and it's like a man going in a far country who left his house and gave the authority to his servant and to each his work and commanded the doorkeeper to watch. യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായിക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. And watch therefore, for you do not know when the master of the house is coming, in the evening, at midnight, or the crowing of the rooster, or in the morning, least coming suddenly, and he finds you sleeping. ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങാതിരിക്കണം എന്നല്ല അർത്ഥം. And I'm not saying you have to pull over all-nighters. ഉണർന്നിരിക്കുക എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാകും. And if you understand the opposite word for to stand watch, you will understand. ഉണർന്നിരിക്കുക എന്നുള്ളതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് വാച്ച് അല്ലെങ്കിൽ വിജിൽ എന്നുള്ളതാണ്. And here the word watch is used or be vigilant. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറയുന്നത് procrastination അല്ലെങ്കിൽ ഉദാസീനത എന്നുള്ളതാണ്. And the opposite word for that is to procrastinate. ഇന്ന് ലോകത്തിൽ അനേക മനുഷ്യരുടെയും അനേക ദൈവമക്കളുടെയും പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉദാസീനതയാണ്. And one of the greatest reasons for failure of children of God is procrastination. അല്ലെങ്കിൽ ഉണർവില്ലായ്മയാണ്. Or not being watchful. എന്താണ് ഉദാസീനത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? What does it mean by to procrastinate? അവൻ ഒരു കാര്യം പൂർത്തീകരിക്കുവാൻ അവസരങ്ങളെ പ്രയോജനപ്പെടുത്താതെ അന്തിമ സമയം വരെ കാത്തിരിക്കുന്നതിനെയാണ് ഉദാസീനത എന്ന് പറയുന്നത്. And procrastination is when you not do your work on time and wait till the end of the due time. Praise God. സമയമുണ്ടല്ലോ അത് പിന്നെ ചെയ്യാമെന്ന് പറയുന്നത് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം. And the attitude when you say, "Oh, I have a lot of time, I'll do it in the day before." ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ. And you should have, let me remind you. ആമേൻ. പിന്നത്തേതിനു വേണ്ടി കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എന്നതൊന്ന് അവസാനിക്കും.
അവസാനിപ്പിക്കണം. And if you have the habit of procrastinating everything and keeping everything until the night before, then you have to stop that. ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യേണ്ട സമയത്ത് ചെയ്തെടുക്കുവാൻ ഉത്സാഹിക്കണം. And whatever you have to do and be enthusiastic about it. എനിക്കറിയാം ഉദാസീനത അല്ലെങ്കിൽ മടി കൊണ്ട് അനേക കുടുംബങ്ങൾ പോലും കുടുംബ ജീവിതങ്ങൾ പോലും തകർന്നു പോയിട്ടുണ്ട്. I know many families and family lives have been destroyed because of procrastination. Praise God. എന്നാൽ ഉദാസീനത ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ വലിയൊരു ആപത്താണ് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. And I cannot tell you, when you come to Christian life, procrastination is one of the greatest dangers you'll face. Praise God. കാരണം നാളെ എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും അറിവില്ലാത്തത് കൊണ്ട്, ഫ്യൂച്ചറിനെ കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഇത് പകൽക്കാലം ഓർപ്പിക്കട്ടെ, ഉദാസീനത മാറ്റി ഒരു ഉണർവിലേക്ക് വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുകയാണ്. And since you and I cannot know what's going to happen tomorrow because we cannot predict future, we have to leave our procrastination behind and work on to what we have been given. നാം ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്, ആമേൻ എനിക്ക് മറ്റുള്ളവരെക്കാൾ മിടുക്കുണ്ട്, എനിക്ക് കഴിവുണ്ട്, ആമേൻ ഞാൻ അന്തിമ സമയത്താണെങ്കിലും അത് ചെയ്തു തീർക്കും. And we sometimes say, oh, I'm more talented than him, so even before the time ends, I will do it. പക്ഷേ ഒന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ, ഒരുപക്ഷെ ഫ്യൂച്ചറിനെ നോക്കി ചിലതൊക്കെ ആമേൻ പറയുവാൻ, അറിയുവാൻ, ചിന്തിപ്പാൻ കഴിഞ്ഞാലും അതിനെ കൺട്രോൾ ചെയ്യുവാൻ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ സാധ്യമല്ല. And let me remind you, we can say things about the future, we can predict some other things we will do in the future, but let me tell you, we cannot control the future, so we have to be vigilant. അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് പോലും നമുക്കറിയില്ല. And we don't even know what's going to happen next moment. Praise God. അതുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ വചനം പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതുവാനിടയായി. And so in the letter to 1 John chapter 5, verse 8, it says, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, and be vigilant and be watchful. പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുന്നു. And the devil's roaming around to see who he can go down. Praise God. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കണമേ, ഉണർവില്ലാതെ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ അവൻ എന്നെ നിങ്ങളെ തകർക്കുവാൻ, വിഴുങ്ങിക്കളയുവാൻ ചുറ്റി നടക്കുന്ന ഒരു പ്രതിയോഗിയുണ്ട്. And then we have an opponent who is trying to gobble us down, who's like a roaring lion, who's trying to see if we are procrastinating, or and if you're not vigilant, he might even eat us. Praise God. അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് തകിടമാക്കി മറിക്കുക എന്നുള്ളതാണ്. And he has only one aim, is to destroy our spiritual life. എന്നാൽ ഉണർന്നിരിക്കുന്ന, വിജിലന്റ് ആയിരിക്കുന്ന, ആമേൻ ഉദാസീനത മാറ്റിവെച്ചിരിക്കുന്ന, ദൈവത്തെ ആമേൻ എരിവോടെ സേവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ മറിച്ചു കളയുവാൻ സാധ്യമല്ല. But he cannot destroy a child of God who is vigilant, who is not procrastinating, and who is always on the watch. പിശാച് പല തന്ത്രങ്ങളും ഉപയോഗിച്ചെന്ന് വരാം. And the enemy might try to do a lot of things. Praise God. അവനത് ഉപയോഗിക്കട്ടെ. And he can use it. എന്നാൽ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ്വായുധവർഗം ധരിച്ചു നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ തൊടുവാൻ അവന് സാധ്യമല്ല. But the enemy or the opponent cannot touch a child of God who has the full armor of God and is vigilant. ഞാൻ ഒരിക്കൽ ഇങ്ങനെ വായിപ്പാനിടയായി തീർന്നു. And I read like this. ഒരു സഹോദരിയെ കുറിച്ചാണ്. And about a lady. താന് തെരുവുകളിൽ പോയി നിന്ന് പ്രസംഗിപ്പാൻ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. And she loved to preach in the roadside, on the roadsides. ഒരു ദിവസം താൻ ഒരു തെരുവിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ, And one day when she's preaching on the roadside, ഒരു മനുഷ്യൻ വളരെ ഉത്സാഹത്തോടെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു. and a man was very enthusiastically hearing this message. ഒടുവിലായിട്ട് ഈ മനുഷ്യൻ കടന്നു വന്ന് ഈ സഹോദരിയോട് പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗം വളരെ നന്നായിരിക്കുന്നു, ദയവായി എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം. And when the man, after the preaching was over, the man came to the lady and said, oh, I loved your preaching, can you please come to my home? ഈ മനുഷ്യൻ വിളിച്ചതനുസരിച്ച് ആ സഹോദരി ആ വീട്ടിലേക്ക് ചെന്നു. And as the man called, the lady went to his house. ആ വീട്ടിൽ കയറിയ ഉടനെ ഇരിക്കുവാൻ ആവശ്യപ്പെടുന്നതിന് പകരം ഈ മനുഷ്യൻ ആ സ്ത്രീയുടെ സഹോദരിയുടെ നെഞ്ചിനൊരു ഇടി കൊടുത്തു. And instead of asking her to sit down, this man punched this lady. എന്നിട്ട് ആമേൻ ചില മന്ത്രങ്ങൾ ഉച്ചരിക്കുവാൻ തുടങ്ങി. And he started to say witchcraft, magic things. എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ സഹോദരിക്ക് മനസ്സിലാകുന്നതിന് മുന്നമേ ആമേൻ നിലത്ത് കിടന്ന് ഉരുളുന്നതായ ഈ മനുഷ്യനെ അവർ കണ്ടു. And before this lady could say, I understand what was happening, she saw this man was on the ground. He was trying to shake himself. ആ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ. And this man is crying out, oh, please save me, please help me, please help me.
Praise God, amen. കാര്യങ്ങളൊന്നും മനസ്സിലാകാതിരുന്ന സഹോദരി ആമേൻ ഈ മനുഷ്യനോട് ചോദിച്ചു എന്താ സംഭവിക്കുന്നത്. And when this lady could not understand, he asked this man what happened. ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞെന്നാണ് ഞാൻ വായിച്ചത്. അദ്ദേഹം ഈ സഹോദരിയോട് പറഞ്ഞു ആമേൻ എല്ലാ വർഷവും ഒരു കന്യകയെ ഞാൻ എൻ്റെ ദൈവത്തിന് ബലി കൊടുക്കാറുണ്ട്. And this man said, hey, every year I sacrifice a virgin to my God. ഒരു കന്യക ആരാണെന്ന് കണ്ടാൽ എനിക്ക് തിരിച്ചറിയും. And I know when I see a virgin. അതിനുള്ള ഒരു പവർ എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. And my God has given me a part for that. നീ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ നീ ഒരു കന്യകയെന്ന് തിരിച്ചറിഞ്ഞ് ആമേൻ നിന്നെ ബലി കൊടുക്കുവാൻ ഞാൻ കൊണ്ടുവന്നതാണ്. And when I saw you preaching, I knew that you were a virgin, and that's why I came here to sacrifice you. എന്നാൽ ഞാൻ നിന്നെ ഇടിച്ച് മന്ത്രങ്ങൾ ഉച്ചരിക്കുവാൻ തുടങ്ങിയപ്പോൾ എന്റെ ചുറ്റുപാടുകളിൽ നിന്ന് 100 കണക്കിന് ഇടിയാണ് എന്റെ ശരീരത്തിലേക്ക് ഉണ്ടായത്. But when I punched you and I started saying my magic on you, I suddenly felt like thousands of punches on me. ഞാൻ എന്തെല്ലാം മന്ത്രങ്ങളാണോ ഉച്ചരിച്ചുകൊണ്ടിരുന്നത്, ഏതെല്ലാം ദൈവങ്ങളെയാണോ വിളിച്ചത്, ആ ദൈവങ്ങളെല്ലാം ചേർന്ന് എന്നെ ഇടിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. And I saw when I was praying to all my different gods that I have, and they all started to punch me. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ വിളിച്ച ദൈവത്തെക്കാൾ എല്ലാം ശക്തനായ ഒരു ദൈവത്തെയാണ് നീ വിളിക്കുന്നതെന്ന് ഞാൻ അറിയുകയാണ്. And I understand one thing, your God that you serve is more powerful than all the gods that I serve combined. ദൈവത്തെ ആത്മാവിന്റെ നിറവിൽ ആരാധിക്കുന്ന വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രതികൂലമായ അനുഭവങ്ങളിൽ നീ തനിച്ചാകുമ്പോൾ പ്രതികരിപ്പാൻ നിനക്ക് കഴിയാത്ത സാഹചര്യങ്ങളിലും നിനക്ക് വേണ്ടി പ്രതികരിക്കുന്ന, പ്രവർത്തിക്കുന്ന, ഇടപെടുന്ന ഒരു ദൈവകരമുണ്ടെന്ന് ഇത് പകൽക്കാലം നീ അറിയാതെ പോകരുത്. And ye shall not, but do not forget when you're leading a holy life, and when you're under the full protection of God, even though you cannot respond to anything that comes against you, but there's a God who will respond to you, and He will save you and He'll protect you. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജനം അടിവരയിട്ടുകൊള്ളണം. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. And in the epistle to Romans, you can see in chapter 16 verse 20, you can see, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയോ. and the God of peace will crush Satan under your feet shortly. Praise the Lord. Hallelujah. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, And we teach of God who believe. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ തയ്യാറുള്ള ദൈവത്തിന്റെ പൈതലേ, Teach of God who is ready to stand for the holiness. സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ ശത്രുവിനെ നിന്റെ കാൽ കീഴെ ചതച്ചു കളയോ. And the God of peace will put the enemy under your feet, and He will make you crush him. ഇന്ന് പകൽക്കാലം എത്ര പേര് ഈ വചനം ഏറ്റെടുക്കും? And how many of you will believe that tonight? എന്റെ ദൈവം And our God, എന്റെ ശത്രുവിനെ and my enemy, വേഗത്തിൽ എന്റെ കാൽ കീഴെ ചതച്ചു കളയോ. and will crush my enemy under my feet. എന്റെ കാൽ കീഴെ ചതച്ചു കളയോ. Under my feet. നിന്റെ ശത്രുവിനെ And your enemy. നിന്റെ കാൽ കീഴെ ചതയ്ക്കുവാൻ തക്കവണ്ണം And to crush your enemy under your feet. ദൈവ ശക്തിയുടെ വ്യാപാരമാണ് തരാമെന്നാണ് And He പറയുന്നത്. will give the power of the anointing of the God. ജീവിതത്തെ തകർക്കുവാൻ, നന്മകളെ ഇല്ലായ്മ ചെയ്യുവാൻ, തലമുറയെ തകർക്കുവാൻ, അനുഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു വ്യാപരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുക, അവൻ ദൈവം ശത്രുവിനെ നിന്റെ കാലിന്റെ കീഴെ ചതച്ചു കളയോ. And the enemy tries to destroy your blessings, when he's trying to snatch your children from you, when he's trying to gain what God is trying to give you, and God says that I will crush that enemy under your feet. പക്ഷേ ഇത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ? But you know who it is for? അവന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി. He's for His holy saints. ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയല്ല. Not for everyone in the world. സമാധാനത്തിന്റെ ദൈവം And the God of peace. നിങ്ങളുടെ ശത്രുവിനെ And your enemy. നിങ്ങളുടെ കാലത്ത് Under your feet. And He will crush you enemy under your feet. അവൻ ദൈവസഭയ്ക്ക് വേണ്ടി എഴുതിയൊരു കത്താണത്. And this was a letter written to the church of God. ആ വചനം ഏറ്റെടുക്കാമോ? Can you accept that word? ആ വചനം ഏറ്റെടുക്കാമോ? Can you take that promise? നിന്റെ കുടുംബ ജീവിതത്തെ ഞെരുക്കുന്ന, And that what is just crushing your family life? നിന്റെ ജോലി മണ്ഡലത്തിൽ നിന്നെ പ്രയാസപ്പെടുത്തുന്ന, And what is choking you in your job? നിന്റെ ശുശ്രൂഷയിൽ മുൻപോട്ട് കടന്നിരിക്കുന്ന, And that's something that's not letting you go forward in your ministry. നിന്റെ തലമുറയെ തകർക്കുവാൻ ശ്രമിക്കുന്ന, And what's trying to destroy your children. നിന്റെ അനുഗ്രഹങ്ങൾക്ക് നേരെ ഖരം വയ്ക്കുന്ന The one that lays hands against your ആ blessing. ശത്രുവിനെ And that enemy. ഏത് പ്രേക്ഷിതാണോ നീ അത് കാണുന്നത്, No matter how you see it. അതേ മണ്ഡലത്തിൽ In the same aspect. ആ ശത്രുവിനെ And the same enemy. നിന്റെ കാലിന്റെ കീഴെ, And under your feet. നിന്റെ കാലിന്റെ കീഴെ Under your feet. ചതച്ചു കളയുന്ന ഒരു ദൈവമുണ്ട്. There's a God who will crush it. അതിനെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. There's a God who will power you for that. ശക്തമായ
ആരാധിക്കുന്ന ദൈവമേ, Hallelujah. Worship Lord in spirit and truth. അന്യഭാഷകളെ ദൈവത്തെ Children of God who worship Lord in tongues. ഒരു കാര്യം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം. And let me tell you one thing. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. No weapon that is created against you shall prevail. Hallelujah. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. No weapon that is working against you will not work. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, വ്യക്തമായി വീണ്ടും വിളിച്ചു പറയാം. The Spirit of God is showing me to say that again and again. ആരോടൊപ്പം ഒരു ദൂതാണത്. And there's a message to somebody sitting here. നിനക്കെതിരെ ഉണ്ടാക്കുന്ന And any weapon that is made for you കുടുംബത്തിനെതിരെ ഉണ്ടാക്കുന്ന against your family life, നിന്റെ തലമുറക്കെതിരെ ഉണ്ടാക്കുന്ന against your children, നിന്റെ ഭാവിക്കെതിരെ and against your future, നിന്റെ മക്കളെതിരെ and ഉണ്ടാക്കുന്ന against your blessing, നിന്റെ ഉയർച്ചകൾക്കെതിരെ and ഉണ്ടാക്കുന്ന against your high attributes. ഒരായുധവും ഫലിക്കുകയില്ല. No weapon shall prevail. വിശ്വാസത്താൽ അത് ഏറ്റെടുക്കാൻ പോകുന്നു. Worship is my faith. വിശ്വാസത്താൽ അത് ഏറ്റെടുക്കാൻ പോകുന്നു. Worship is my faith today. നിനക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാമോ? Can you take a step of faith today? Can you put a step forward today? And God is looking to those people who are taking a step of faith. അവൻ change ചെയ്യാൻ പോവുകയാണ്. And God is going to change you. സാഹചര്യങ്ങളെ മാറ്റുവാൻ പോവുകയാണ്. He's going to change your circumstances. വെട്ടിക്കിടക്കുന്ന ചില നന്മകളെ ദൈവത്തിന്റെ ആത്മാവിലേക്ക് നൽകുന്നു. God is showing me some blessings that are bound by the enemy. ജീവിതങ്ങൾക്ക് ലഭിക്കാതെ കെട്ടിക്കിടക്കുന്ന നന്മകൾ And some blessings that are bound by the enemy so that you may not see them. അത് പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ And He's stopped them. He's keeping your infants. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, What the Spirit of God is saying, അവനൊരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരുവാൻ പോവുകയാണ്. and He's going to give you a breakthrough. ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരുവാൻ പോവുകയാണ്. God is going to give you a breakthrough. ശത്രു അവൻ ഒരു വഴിയായി നിന്ന നേരെ വരും. And the enemy will come to you again in one പക്ഷേ way. 7 വഴിയായി അവൻ ഓടിപ്പോകും. Will run in separate ways. അതാ ദൈവം ചെയ്യാൻ പോകുന്നത്. And that's what God's going to do. ദൈവത്തിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു മേഖലയിൽ Ask me where you cannot see with your naked eyes. സ്വർഗ്ഗം നിനക്ക് വേണ്ടി Risen up for you. സ്വർഗ്ഗം നിനക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുകയാണ്. Risen up for you. Between the servants. Between the Christians. The Holy Spirit is moving. He's breaking some bondages. He's breaking some bondages of the enemy. And then be glorified. Glory to Jesus. അതൊരു emotional feeling ആയിട്ട് ചിന്തിക്കരുത്. And don't consider this just an emotional feeling. Praise God. Hallelujah. ഇതൊരു വിപ്ലവമായി ചിന്തയായി And don't put this as something from your mind. നീ കടന്ന് വിശ്വസിച്ചോ? And you believe. നീ കടന്ന് വിശ്വസിച്ചോ? Believe. കടന്ന് വിശ്വസിച്ചോ? And you go ahead and believe. മുൻപിൽ അവൻ 4 ദിവസമായി നാട്ടം വെച്ച ലാസർ And the Lazarus who is dead for 4 days and he's inside the tomb. But there's somebody who is approaching your village. അവൻ വന്നിട്ടുണ്ട്. And he is there. അവൻ ഇവിടെ വന്നിട്ടുണ്ട്. He is coming here. നിനക്ക് വേണ്ടി വന്നതാ. He's for you. കരയുന്ന മറിയ നിനക്ക് വേണ്ടി വന്നതാ. Your brother who's crying, he's coming for you. കരയുന്ന സഹോദരാ നിനക്ക് വേണ്ടി And വന്നതാ. your brother, he's coming for you. Hallelujah. 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 ഒരു പ്രത്യേക നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ Glory to Jesus. നിന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ശക്തി ഞാൻ feel ചെയ്യുന്നുണ്ട്. Feel the presence.
You want to see something you haven't seen till yesterday. You say, it's the best thing you've ever seen. You change your judgment. Anything you haven't seen till yesterday. It's something that's invisible to you. And that's the power of the victory over the enemy and the deliverance. Hallelujah. രേഖകളെ തിരുത്തി എഴുതി. He can change the writing against you. രേഖകളെ തിരുത്തി എഴുതാൻ പോകും. He's going to change the writing that's against you. Writings against you. എനിക്കെതിരെ എഴുതി വെച്ചു. Somebody wrote something against you. That's against your blessing. You will never receive this. You will receive Christ. And you will receive it in this 2015. Amen. Amen. Hallelujah.